ഹലോ, നമ്മളിന്ന് ഫൈലം ഒനിക്കോഫോറ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന പെരിപാറ്റസിൻ്റെ അഫിനിറ്റീസും ഡിസ്ട്രിബ്യൂഷനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കിൽ വരുന്ന മറ്റ് സബ് ടോപ്പിക്സ് ആണ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ ഹണി ബി, അതുപോലെ സെറികൾച്ചറിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, പെരിപാറ്റസിൻ്റെ അഫിനിറ്റീസും ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി ടോപ്പിക്സ് മെൻഷൻ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെരിപാറ്റസിൻ്റെ അഫിനിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പെരിപാറ്റസിൻ്റെ അഫിനിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരിപാറ്റസ് കുറേ അനലിഡൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആർത്രോപോഡിയൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് അവരുടേതായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില ഫീച്ചേഴ്സ് അനലിഡൻസിനോട് സിമിലർ ആയിട്ട് കാണിക്കുന്നുണ്ട്, ചിലത് ആർത്രോപോഡ്സിനോട് സിമിലർ ആയിട്ട് കാണിക്കുന്നുണ്ട്, ചിലത് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊരു അനലിഡ് ആണെന്നും പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ആർത്രോപോഡൻ വിഭാഗത്തിൽ വരുന്നതാണ് എന്നും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തു പറയാം, ദേ ആർ എ കണക്റ്റിംഗ് ലിങ്ക്. അനലിഡിനും ആർത്രോപോഡയ്ക്കും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് പെരിപാറ്റസ് എന്ന് പറയാൻ പറ്റും. സോ പെരിപാറ്റസ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ്സ് ആൻഡ് ആർത്രോപോഡ്സ്. ഓക്കെ, രണ്ടിൻ്റെ ഒരു ബോർഡറിൽ വരുന്ന ഓർഗാനിസമാണ് ഈ പെരിപാറ്റസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും, ഈ പെരിപാറ്റസിൻ്റെ ഒരു ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ ആർത്രോപോഡ്സൊക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ളത് അനലിഡ് പോലെയുള്ള പൂർവികരിൽ നിന്നായിരിക്കാം. ഓക്കെ, അതായത് ഈ ഫീച്ചേഴ്സ്, പെരിപാറ്റസിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫൈനലൈസേഷനിൽ നമുക്ക് എത്താൻ പറ്റും. അതായത് ആർത്രോപോഡ്സ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് അനലിഡൻ ലൈക്ക് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ആയിരിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെരിപാറ്റസ് അനലിഡ്സായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്, ആർത്രോപോഡ്സുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. പെരിപാറ്റസ് അനലിഡ്സിനോട് കാണിക്കുന്ന സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് പോയിന്റ് ആണ് വേർമിഫോം ബോഡി വിത്തൗട്ട് ട്രൂ ഹെഡ്. ഒരു വേർമിഫോം ബോഡിയാണ് പെരിപാറ്റസിനുള്ളത് വിത്തൗട്ട് എ ട്രൂ ഹെഡ്. അൺജോയിന്റഡ് ആൻഡ് സ്റ്റംപി ലെഗ്സ് സിമിലർ ടു പാരാപോഡിയ ഓഫ് അനലിഡ്സ്. അനലിഡ്സിൻ്റെ പാരാപോഡിയോട് സിമിലർ ആയിട്ടുള്ള ലെഗ്സ് ആണ് നമ്മുടെ പെരിപാറ്റസിനുള്ളത്. ദേ ആർ അൺജോയിന്റഡ് ആൻഡ് സ്റ്റംപി. അടുത്തത് ഡെർമോ മസ്കുലർ ബോഡി വാൾ ആൻഡ് ക്യൂട്ടിക്കുലർ കവറിംഗ്. ബോഡി വാൾ എന്ന് പറയുന്നത് ഡെർമോ മസ്കുലർ ആണ്, അതുപോലെ തന്നെ ഒരു ക്യൂട്ടിക്കുലർ കവറിംഗും കാണാനായിട്ട് പറ്റുന്നുണ്ട്. എലിമെന്ററി കനാൽ സ്ട്രെയിറ്റ് ആണ്, സിമ്പിൾ ആണ്. പിന്നെ അവരിൽ സെഗ്മെന്റലി പെയർഡ് ആയിട്ടുള്ള നെഫ്രീഡിയ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സീലിയേറ്റഡ് ഗോണോഡക്റ്റും കാണുന്നുണ്ട്. ഇത്രയുമാണ് പെരിപാറ്റസ് അനലിഡ്സിനോട്സ് കാണിക്കുന്ന, അനലിഡൻ മെമ്പേഴ്സിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനോട് കാണിക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി നോക്കാം. വേർമിഫോം ബോഡി വിത്തൗട്ട് ട്രൂ ഹെഡ്, unjointed and stumpy legs similar to the parapodia of annelids, dermomuscular body wall and cuticular covering, straight and simple alimentary canal, segmentally paired nephridia, ciliated gonoduct. അടുത്തത് ആർത്രോപോഡ്സിനോട് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് പെരിപാറ്റസ് കാണിക്കുന്നത്. ഒന്നാമത്തെ ജോയിന്റഡ് ആന്റിനെ ആൻഡ് ടൂത്തഡ് മാൻറ്റിബിൾ. അവർ ഒരു ജോയിന്റഡ് ആന്റിനെ ആണ് അവർക്കുള്ളത്, അതുപോലെ തന്നെ ടൂത്തഡ് മാൻറ്റിബിൾസും. ക്ലൗഡ് വാക്കിംഗ് ലെഗ്സ്. വാക്കിംഗ് ലെഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് ആണ്. അടുത്തത് പീരിയോഡിക് മോൾട്ടിംഗ് ഓഫ് ക്യൂട്ടിക്കുലർ കവറിംഗ്. അപ്പോൾ ക്യൂട്ടിക്കുലർ കവറിംഗ് ഉണ്ട് എന്നുള്ളത് അനലിഡൻ ഒരു ഫീച്ചറാണ്, അതുപോലെ തന്നെ അതിൻ്റെ മോൾഡിംഗ് എന്ന് പറയുന്നത് ഒരു ആർത്രോപോഡിയൻ ഫീച്ചറാണ്. റെഡ്യൂസ്ഡ് സീലോം ആൻഡ് കമ്പാർട്ട്മെന്റലൈസ്ഡ് ഹീമോസീൽ. റെഡ്യൂസ്ഡ് സീലോമും അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റലൈസ്ഡ് ഹീമോസീലും ആർത്രോപോഡ്സിനോട് കാണിക്കുന്ന ഒരു സിമിലാരിറ്റിയാണ്. പ്രസൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്, tracheal system with spiracles, open type of vascular system with dorsal tubular heart and valvular ostia. സലൈവറി ഗ്ലാൻഡ്സ് കാണുന്നുണ്ട്, ട്രക്കിയൽ സിസ്റ്റം പ്രസന്റ് ആണ്, അതിൽ സ്പൈറക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ വസ്കുലാർ സിസ്റ്റം ഓപ്പൺ ആണ്, അതുപോലെ ഹാർട്ട് ഡോർസൽ ആൻഡ് ട്യൂബുലാർ ആണ്, അവർക്കൊരു വാൽവുലാർ ഓപ്പണിംഗും ഉണ്ട്, അതിനെയാണ് ഒസ്റ്റിയ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ആർത്രോപോഡ്സിനോട് കാണിക്കുന്ന സിമിലാരിറ്റി. ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സെഗ്മെന്റേഷൻ.
എക്സ്റ്റേണൽ സെഗ്മെന്റേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഹെഡ് എന്ന് പറയുന്നത് 3 segmented ആണ്. അടുത്തത് ഇറഗുലർലി സ്കാറ്റേർഡ് സ്പൈറാക്കിൾസ് വിത്തൗട്ട് സെഗ്മെന്റൽ അറേഞ്ച്മെന്റ്. സ്പൈറാക്കിൾസിന് അങ്ങനെ സെഗ്മെന്റൽ അറേഞ്ച്മെന്റ് ഒന്നുമില്ല, അത് ഇറഗുലർലി സ്കാറ്റേർഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നെർവ് സിസ്റ്റം ലാഡർ ലൈക്ക് ആണ് വിത്ത് നോൺ ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡ്. ഇത്രയുമാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ അവർക്ക് യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഫിനിറ്റീസിൽ ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സോ ഇറ്റ് ലീവ്സ് ഇൻ crevices and the underneath of suitable objects in warm and damp places. അതായത് കുഞ്ഞു കുഞ്ഞ വിള്ളലുകൾ, അതുപോലെ പൊത്തുകൾ, ഓക്കെ, ഇതിലൊക്കെയാണ് ഇവർ കാണുന്നത്. ഇപ്പം ഈർപ്പമുള്ള അല്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിന് താഴെ ഇത്തരത്തിലുള്ള പൊത്തുകളിലോ അല്ലെങ്കിൽ വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവർ കാണുന്നത്. ഇറ്റ് ഈസ് എ നൊക്ടേണൽ ആനിമൽ ആൻഡ് ഇറ്റ് മോസ്റ്റ്ലി അവോയ്ഡ്സ് ഡേ ലൈറ്റ്. ഓക്കെ, രാത്രികാലങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഡേ ലൈറ്റ് മാക്സിമം ഇവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പെരിപാറ്റസ് എൻജോയ്സ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദാറ്റ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ വൈഡ്ലി സെപ്പറേറ്റഡ് ജിയോഗ്രഫിക്കൽ റീജിയൻ. അതായത് ഇവർക്കൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. ഒരുപാട് ജിയോഗ്രഫിക്കൽ റീജിയൻസിൽ സെപ്പറേറ്റഡ് ആയിട്ട്, വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റുക. മോസ്റ്റ് സ്പീഷീസ് ലീവ് ഇൻ ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓഫ് ജയ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് അമേരിക്ക ആൻഡ് ദി ഹിമാലയാസ്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ഇവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സം ലീവ് ഇൻ സദേൺ ടെമ്പറേറ്റ് റീജിയൻസ് സച്ച് ആസ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ആൻഡീസ് എക്സെട്ര. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്നുണ്ട്, സദേൺ ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്നുണ്ട്. ഓക്കെ, ദി എക്സ്ട്രീം വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെരിപാറ്റസ് റിവീൽസ് ഇറ്റ്സ് റിമാർക്കബിൾ ആൻറ്റിക്വിറ്റി ആൻഡ് ഓൾസോ ഇറ്റ്സ് സക്സസ്ഫുൾ എക്സിസ്റ്റൻസ് ഇൻ ദി റിമോട്ട് പാസ്റ്റ്. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ പറഞ്ഞു ഇവരെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്നുണ്ട്, സദേൺ ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വൈഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റിമോട്ട് പാസ്റ്റിൽ ഇവർ എത്രത്തോളം ഫ്ലറിഷ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ത്രൂ ഔട്ട് ഇറ്റ്സ് ലോങ് ജിയോളജിക്കൽ ഹിസ്റ്ററി പെരിപാറ്റസ് ഹാസ് നോട്ട് അണ്ടർഗോൺ സിഗ്നിഫിക്കൻറ്റ് എവല്യൂഷണറി ചേഞ്ചസ്. അപ്പം ഇത്രയും കാലമായിട്ട്, ഇപ്പോൾ ഇത്രയും ജിയോളജിക്കൽ ടൈം സ്കെയിൽ കഴിഞ്ഞു, അപ്പം ഇത്രയും കാലമായിട്ടും ഈ പെരിപാറ്റസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് കാര്യമായിട്ടുള്ള എവല്യൂഷണറി ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് പറയാൻ പറ്റും? അതൊരു ലിവിങ് ഫോസിലാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് പെരിപാറ്റസിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, അതിൻ്റെ അഫിനിറ്റീസും ഡിസ്ട്രിബ്യൂഷനും. അപ്പം കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഒന്നാമത്തെ പെരിപാറ്റസ് ഒരു ലിവിങ് ഫോസിലാണ് ആൻഡ് ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആർത്രോപോഡ്സ് ആൻഡ് ആനലിഡ്സ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു.